ഗൈസ്, അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഒരു ചെറിയ യാത്രാ വ്ളോഗാണ്. ഞാനും മമ്മിയും കൂടി തൃശ്ശൂർ വരെ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ പപ്പയുടെ ഓഫീസിലേക്കാണ് പോകുന്നത്. പപ്പ റിട്ടയർഡ് ആയത് ഇരിങ്ങാലക്കുടയാണ്. പക്ഷേ ഇപ്പം നമ്മൾ പോകുന്നത് തൃശ്ശൂർ ഓഫീസിലേക്കാണ് കേട്ടോ. ഞങ്ങളുടെ പപ്പയുടെ കുറച്ച് പേപ്പേഴ്സ് റെഡിയാക്കാനുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. പിന്നെ ഈ യാത്രയുടെ വേറൊരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ, ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ട്രെയിനിൽ കയറുന്നത്. നേരത്തെ നമ്മൾ പഠിക്കുന്ന ടൈമിലൊക്കെ ഫുൾ ടൈം ട്രെയിനിലായിരുന്നു യാത്ര. ഇപ്പോൾ കുറേ നാളായി കയറിയിട്ട്. എനിക്ക് പിന്നെ ഇതിൽ യാത്ര ചെയ്താലും ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇപ്പം കാടും മേടുമേ ഉള്ളൂ, എങ്കിലും രസമാണ് ഇങ്ങനെ നോക്കിയൊക്കെ ഇരിക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ മമ്മിയാണെങ്കിൽ ഒരു വിൻഡോ റെഡിയാക്കുകയാണ് ഗൈസ്. കാപ്പി വേണോ? എനിക്ക് ഡെലിവട വേണം. ഞാനും ഒരു കാപ്പിയൊക്കെ കുടിച്ചു ഗൈസ്. പിന്നെ ഫുഡൊന്നും കഴിച്ചില്ല. എനിക്ക് ട്രെയിനിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്ന അത്ര ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ നിവൃത്തിയില്ലാതെ വന്നാൽ നമ്മൾ കഴിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. എറണാകുളം കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജിയ. പണ്ട് ഞാൻ ഇറങ്ങുന്ന സ്റ്റോപ്പൊക്കെ ആയിരുന്നു സൗത്തും നോർത്തും ഒക്കെ. പിന്നെ എനിക്ക് നാട്ടിലേക്കാളും കൂടുതൽ ഫ്രണ്ട്സ് ഉള്ളത് എറണാകുളമാണ്. അതുകൊണ്ട് എനിക്ക് എറണാകുളം കുറച്ച് സ്പെഷ്യലാണ്, എറണാകുളം അങ്കമാലിയൊക്കെ. വന്ന് എനിക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ട് ഗൈസ്. പക്ഷെ ഉറങ്ങാനൊക്കെ ഒരു പേടി. ഞാൻ പറഞ്ഞില്ലേ, കുറേ നാളുകൾക്ക് ശേഷമൊക്കെ കയറിയെന്ന്. എനിക്ക് കറക്റ്റ് സ്ഥലമൊക്കെ അറിയാം. ഇനിയിപ്പോൾ ആലുവ, അങ്കമാലി, പിന്നെ നമ്മുടെ ചാലക്കുടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം തൃശ്ശൂർ എത്താൻ. എങ്കിലും ഒരു പേടി ഉറങ്ങാനൊക്കെ. വീണ്ടും ഞാൻ കണ്ണ് തുറന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഗൈസ്, ആലുവ മണപ്പുറം. പണ്ട് ഈ ഭാഗത്തോടെ വരുമ്പോൾ ഞാനും ജ്യോതിയും ഞങ്ങളായിരിക്കുമല്ലോ എപ്പോഴും ട്രെയിനില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒന്ന് തൊഴുതിട്ടാണ് ഞങ്ങളിങ്ങനെ പാസ് ചെയ്യുന്നത്. ഇത് കയറിയപ്പോൾ തൊട്ട് ഓരോരോ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആലുവ കഴിഞ്ഞാൽ പിന്നെ അങ്കമാലി. ഞാൻ MCA പഠിക്കുന്ന ടൈമിൽ ഞങ്ങളുടെ സ്റ്റോപ്പാണ് അങ്കമാലി. അപ്പോൾ ഈ എയർപോർട്ടൊക്കെ കാണുമ്പോഴാണ് ഞങ്ങൾ ബാഗൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഇറങ്ങുന്നത്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. മൈ ഗോഡ്, അങ്കമാലി. ഒരുപാട് ഓർമ്മകളാണ് അങ്കമാലി എന്നൊക്കെ പറയുമ്പോൾ തന്നെ. ഇരിങ്ങാലക്കുടയും കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെയാണ് നമ്മൾ തൃശ്ശൂർ എത്തുന്നത്. പിന്നെ പപ്പയുടെ ഓഫീസെന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. ശരിക്കും പറഞ്ഞാൽ സിവിൽ സ്റ്റേഷൻ ഇല്ലേ, അപ്പോൾ അതിനകത്താണ് പപ്പയുടെ ഓഫീസ്. അപ്പോൾ നമ്മൾ നേരത്തെ പോയതുകൊണ്ട് നമുക്ക് സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാം.
ഗൈസ് അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലോട്ട് ഇപ്പോൾ നടക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. രാവിലെ ഒരു 5:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പം ഞങ്ങൾ നല്ലൊരു കട നോക്കി നടക്കുകയാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷനകത്ത് തന്നെ ഒരുപാട് കടകളുണ്ട്. അപ്പോൾ അതിലൊരു കടയിൽ നിന്ന് ഞങ്ങൾ 2 പേര് മസാല ദോശയാണ് കഴിച്ചത്. വലിയ ടേസ്റ്റൊന്നും പറയാനില്ല, പിന്നെ നമ്മൾ കഴിച്ചു അത്ര തന്നെ. പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഒരു പ്രീപെയ്ഡ് ഓട്ടോ ഇല്ലേ, അത് പിടിച്ചിട്ട് നമ്മളിനി സിവിൽ സ്റ്റേഷനിലോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ സിവിൽ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ 2nd ഫ്ലോറിലാണ് പപ്പയുടെ ഓഫീസ്. ഇതാണ് സിവിൽ സ്റ്റേഷൻ. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറാൻ പോവാണ് ഗൈസ്. ഞങ്ങൾ ഓഫീസിൽ കയറി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ സീരിയസ് മാറ്റേഴ്സ് ആയതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പപ്പ റിട്ടയർഡ് ആയത് ഇരിങ്ങാലക്കുട DOFC നിന്നാണ്. ഇനിയിപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് നിധി സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ ബൈ.